ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് മാംഗോ കറിയാണ്. ഈ ഫിഷ് കറി ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒത്തൻറ്റിക് തൃശ്ശൂർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. കൂടാതെ ഞാനൊരു ഫിഷ് ഫ്രൈയും കൂടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡിഷിലോട്ട് പോവാം. ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫിഷ് കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സോ നിങ്ങളെല്ലാവരും മൺചട്ടിയിൽ ഉണ്ടാക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. സോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെറിയുള്ളി, ഇഞ്ചി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചതച്ചും ചേർക്കാം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് മീൻ കറിക്കുള്ള അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരയ്ക്കണം. നല്ല സ്മൂത്തായിട്ട് വേണം നമുക്കിത് അരച്ച് കിട്ടാനായിട്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഉള്ളി, ഇഞ്ചി നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫിഷ് കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് തിക്നെസ് അല്ലാതെ കുറച്ച് ലൂസായിട്ടുണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസ് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പുളിക്ക് അനുസരിച്ച് നമ്മളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി നമുക്ക് മാറ്റാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാനിവിടെ പച്ചമുളകിന് പകരം തൊണ്ടമുളക് ആഡ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക തരം രുചിയാണ്. ഫിഷ് കറിക്ക് നല്ലൊരു ഫ്ലേവർ ഈ മുളകിന് തരാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കറി തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് അയില മീനാണ്. ഇതൊരു 1/2 kg ഉണ്ടാവും കേട്ടോ. സോ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ നടുവേ മുറിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് വരത്തില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില തൂകിയിട്ട് മീൻ നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു കപ്പും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറി കുറച്ചും കൂടെ തിക്കായപ്പം ഞാൻ ഒരു ഗ്ലാസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി 2 cups ഓഫ് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് തിളയ്ക്കുന്നതായിട്ട് വരെ നമുക്ക് ഇവിടെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കാം. ഞാനിവിടെ 3 അയില എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു 5 to 10 മിനിറ്റ്സ് അത് മസാല പിടിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഉപ്പ് കറക്റ്റാണോ, എരിവും പുളിയൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ടൈമിൽ നോക്കാം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില അവസാനം തൂവിയിട്ട് നമുക്ക് ഇറക്കാം. ഇനി നമുക്ക് അത് ഒന്ന് ചെറിയുള്ളി ഇട്ടിട്ട് കാച്ചിയാൽ മതി. ആ ടൈമിൽ നമുക്ക് ഫിഷ് ഒന്ന് നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സോ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് കറി ഒന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ചെറിയുള്ളി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.